Alhamdulillah Rabbil Alamin. Allahumma salli ala Sayyidina Muhammad wa ala ali Sayyidina Muhammad. Arhamar Rahimനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുകളെ കുറിച്ചാണ്. വലിയ മഹത്വമുള്ള സൂറത്താണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന്റെ നേട്ടങ്ങൾ നിങ്ങൾ ഓതിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതിനുവേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുക. എന്താണ് ആ നേട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല, നമ്മൾ ഇത് പാരായണം ചെയ്യുന്നത് പരിശുദ്ധ റജബ് മാസത്തിലാകുമ്പോൾ അല്ലാഹു പുണ്യങ്ങൾ ധാരാളം നമുക്ക് നൽകപ്പെടുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിനെ നീ ഞങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും റജബിന്റെ പുണ്യദിനത്തിൽ കൂടി കഴിഞ്ഞു പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകൾ ദിക്റുകളും സലാത്തുകളും കൊണ്ട് വീടുകൾ അലങ്കരിക്കപ്പെടണം. പരിശുദ്ധ ഖുർആൻ ഓതുന്ന വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്നതാണ്. മലക്കുകളെയും നല്ല അർവാഹുകളായ മുഅ്മിനീങ്ങളുടെയും ദുആ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ബർക്കത്തുണ്ടാകാൻ അത് മതി. പിന്നെ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. പിന്നെ നമുക്ക് ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്തേ കാരണം? ഖുർആൻ ഓതുന്ന വീടായത് കൊണ്ട് നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഖബർ നമുക്കറിയാമല്ലോ എന്തുമാത്രം ഇരുട്ടായിരിക്കുമെന്ന്. ആ ഖബറിൽ പ്രകാശമായി നാം ഓതുന്ന ഖുർആൻ കൂടെയുണ്ടാകും. സ്വർഗ്ഗത്തിന്റെ വാസനയായിരിക്കും അടിച്ചു വീഴുക. അതുപോലെ തന്നെ ആഖിറത്തിൽ ചെന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ശുപാർശകനായി ഖുർആൻ എത്തുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവും ആഖിറവും പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കൊണ്ട് നമുക്ക് അല്ലാഹു നൽകുന്നതാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ. ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ വിനോദങ്ങളും കളികളും ചിരികളുമായി സമയങ്ങൾ, ഇങ്ങനെ ടെലിവിഷനുമായി സമയങ്ങൾ കളയാതെ അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണേ. അത് രണ്ട് ലോകത്തും അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നൽകപ്പെടാൻ ഒരു കാരണമാണ്. ധാരാളം ഖൈറുകൾ വന്നു ചേരാൻ ഒരു കാരണമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ശരീരങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് എല്ലാം കടന്നു വരാൻ പരിശുദ്ധ ഖുർആൻ ഒരു കാരണമാണത്. പാരായണം ചെയ്യണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഞാൻ ഈ പറയാൻ പോകുന്ന 5 സൂറത്തുകൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഓതിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അപ്പൊ ഈ 5 സൂറത്തുകൾ വലിയ മഹത്വമുള്ള സൂറത്തുകളാണ്. ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ വലിയ 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 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറുന്നതാണ്. ഈ 5 സൂറത്ത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന വലിയ മഹത്വമുള്ള 5 സൂറത്തുകളാണ്. ഈ 5 സൂറത്തുകൾ നിങ്ങൾ ഓതിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതിനുവേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുക. എന്താണ് ആ നേട്ടങ്ങൾ എന്ന് നോക്കാം. നിങ്ങൾ ഈ സൂറത്ത് ഓതാൻ എടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ ഒഴിവാക്കുക, ഇതിന്റെ പ്രതിഫലം എനിക്ക് നൽകണേ അല്ലാഹ് എന്ന് നിങ്ങൾ ദുആ ചെയ്യണം. അത്ര വലിയ നേട്ടമുള്ള പ്രതിഫലമുള്ള സൂറത്തുകളാണ്. എനിക്ക് ഇതിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ് എന്ന് പരിഗണിച്ചുകൊണ്ട് ഈ സൂറത്ത് ഓതുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പൊരുത്തപ്പെടുകയും അല്ലാഹുവിന് വലിയ ഇഷ്ടമാകുകയും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ മനസ്സിലുള്ളത് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന സൗഭാഗ്യങ്ങൾ നേടിയെത്തുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, മന്നാനായ റബ്ബിന്റെ ഖുർആൻ, അത് ധാരാളം നിങ്ങൾ പാരായണം ചെയ്യണേ. വിശിഷ്യായി 5 സൂറത്തുകൾ. 5 സൂറത്ത് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അലസതയോടെ മാറിപ്പോകണ്ട. പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഈ 5 സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണേ. അങ്ങനെയുള്ള 5 സൂറത്തുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഖുർആനിന്റെ ഹൃദയമായ
പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമായ യാസീൻ സൂറത്താണ് അല്ലേ? അപ്പൊ യാസീൻ നമ്മളെല്ലാവരും ഓതുന്നവരാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമായ യാസീൻ സൂറത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം സൂറത്ത് യാസീനാണ്. സൂറത്ത് യാസീൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വലുതാണ്. സൂറത്ത് യാസീൻ നിങ്ങൾ എന്ത് ആവശ്യത്തിന് ഓതിയോ ആ കാര്യം നിറവേറി കിട്ടും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് യാസീൻ ഒരു ആവശ്യം മുൻനിർത്തി നിങ്ങൾ ഓതി നോക്കൂ മുഅ്മിനീങ്ങളെ. അല്ലാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നമ്മൾ. അല്ലാഹുവേ ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുള്ളവരാണല്ലേ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീടണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. ഏത് നിയ്യത്ത് മുന്നിൽ വെച്ച് നിങ്ങൾ പരിശുദ്ധ യാസീൻ ഓതിയാലും അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്നതാണ്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നിറവേറാൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചൊരു സൂറത്താണ് സൂറത്ത് യാസീനിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുപോലെ സൂറത്ത് യാസീൻ അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. ഒരു മനുഷ്യൻ രാത്രി ഓതിയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയാണ്. ഇനി അവനങ്ങ് മരണപ്പെട്ടു പോയാൽ ഷഹീദിന്റെ പട്ടികയിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. പടച്ചവനെ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. രണ്ടാമതായി നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട എല്ലാ ദിവസവും ഓതേണ്ട ഒരു സൂറത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് മക്ക ഫത്ഹിനെ കുറിച്ച് പറയുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു സൂറത്തായിരുന്നു. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആവശ്യം മുൻനിർത്തി ഈ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അങ്ങനെ നിങ്ങൾ ആവശ്യങ്ങൾ മുൻനിർത്തി നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ആ കാര്യം അല്ലാഹു വിജയിപ്പിച്ചു തരുന്നതാണ്. ഈ സൂറത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എത്രയോ പേർക്കാണ് അതിന്റെ ഫലം കിട്ടിയത്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങൾ പറയുകയും ചിലർ അത് ഓതുകയും അൽഹംദുലില്ലാഹ് അവരുടെ മുറാദുകൾ ഹാസിലായതായിട്ട് നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അത്ര മഹത്വമുള്ള ഒരു സൂറത്താണ്. അതുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് വലിയ മഹത്വമുള്ള സൂറത്താണ്. ചില എണ്ണങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നവരാണ്. എന്തെങ്കിലും ആവശ്യം മുൻനിർത്തി 21 പ്രാവശ്യം മഹത്തുക്കൾ പറയുന്നു. എന്തെങ്കിലും ആവശ്യം മുൻനിർത്തി 21 പ്രാവശ്യം സൂറത്തുൽ ഫത്ഹ് 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടോ സൂറത്തുൽ ഫത്ഹ് 21 പ്രാവശ്യം ഓതി പൂർത്തിയാക്കുകയാണെങ്കിൽ അയാളുടെ ആവശ്യം എന്ത് തന്നെ ആയാലും അല്ലാഹു അത് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. അയാളുടെ ആവശ്യം എന്ത് തന്നെ ആയാലും അല്ലാഹു അത് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊരു ആവശ്യം മുൻനിർത്തിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. വ്യത്യസ്തമായ ആഗ്രഹമാണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ. ആ ഒരു ആഗ്രഹം നിങ്ങൾ മുൻനിർത്തിയിട്ട് 21 തവണ നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് പൂർത്തിയാക്കി ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. എത്രയോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഈ എണ്ണത്തിൽ നിങ്ങളൊന്ന് ഓതി നോക്കൂ. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ വാഖിഅയാണ്. വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഈ സൂറത്ത് നിരന്തരമായി പാരായണം ചെയ്താൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അയാളുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ മുഅ്മിനീങ്ങളെ, ഈ സൂറത്തുൽ വാഖിഅ നിങ്ങൾ നിരന്തരമായി പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരില്ല. അതായത് കടബാധ്യത ഉണ്ടാകില്ല, ദാരിദ്ര്യം വരില്ല, ഇടങ്ങേറുകൾ മുസീബത്തുകൾ വരില്ല, സിസർ ഉണ്ടാകില്ല, കണ്ണേറ് വരില്ല, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ ഏൽക്കില്ല എന്ന്
നാവ് കൊണ്ട് കള്ളം പറയാത്ത നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് നിങ്ങൾ നിത്യമായി പാരായണം ചെയ്യുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക് നിങ്ങൾ നിരന്തരമായി പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത്ര മഹത്വമുള്ള സൂറത്താണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സൂറത്തുൽ മുൽക്ക്. ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു സൂറത്താണ്. ഖബറിന്റെ അദാബിൽ നിന്ന് ആരെങ്കിലും രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക. അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിൽ ഈ സൂറത്ത് ഓതാതെ ഒരു ദിവസവും കടന്നുപോയിട്ടില്ല മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ അഞ്ചാമത്തെ സൂറത്ത് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ഖൈറാത്തുകൾ കൊണ്ടുവരുന്ന ഒരു സൂറത്താണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സൂറത്താണ് സൂറത്ത് ദുഖാൻ. ഒരാൾ എല്ലാ ദിവസവും സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം ആ വ്യക്തിക്ക് നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന് ഒരു ഭവനം നൽകുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു ഓരോ ദിവസവും ഓരോ വീട്. അങ്ങനെ നിങ്ങൾ 10 തവണ ഓതുകയാണെങ്കിൽ 10 വീട് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ സൂറത്ത് ദുഖാൻ നിങ്ങൾ 10 പ്രാവശ്യം ഓതിയാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു 10 വീട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ 70,000 മലക്കുകൾ ഈ ഓതിയ വ്യക്തിക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്താൽ ഇബ്ലീസിന്റെ ശല്യം ഉണ്ടാവുകയില്ല. പിശാചിന്റെ ശല്യം അല്ലാഹു നമ്മളെ കാക്കുന്നതാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിയെ പിഴപ്പിക്കാൻ ഇബ്ലീസിന് ഒരിക്കലും കഴിയുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ മാറ്റി ഖൈറുകൾ ധാരാളം കൊണ്ടുവരാൻ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഇത് പാരായണം ചെയ്യുമ്പോൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതുപോലെ തന്നെ ഈ സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് നരകത്തിന്റെ ചൂട് ഓതുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഏൽക്കേണ്ടി വരില്ല. ഈ സൂറത്തുകൾ ഓതാൻ അല്പസമയം നമ്മൾ മാറ്റിവെക്കുകയാണ് എങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിക്കുന്നതാണ്. പടച്ചവനെ, ഇതെല്ലാം ഓതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സിനിമയും സീരിയലും വിനോദങ്ങളും കളികളും ചിരികളുമായി കടന്നു പോകാതെ ഒരു ദിവസം ഒരു അരമണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചാൽ, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റിവെച്ച് ഈ മഹത്വമുള്ള സൂറത്തുകൾ പാരായണം ചെയ്താൽ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. പടുകൂറ്റം വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. മന്നാനായ അല്ലാഹ്, ഇതെല്ലാം ഓതാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. നമ്മൾ പാരായണം ചെയ്താൽ ധാരാളം കൂലികൾ അല്ലാഹു നൽകപ്പെടുന്ന ഒരു മാസമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലി അസാതിദിനാ റബ്ബി റഹ്മഹാ കമാ റബ്ബൗനാ സിഗാറ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലി അസാതിദിനാ റബ്ബി റഹ്മഹാ കമാ റബ്ബൗനാ സിഗാറ. അർഹമർ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്.
റബ്ബേ ഇതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുകൂടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബറടങ്ങൾ നീ സ്വർഗീയ മുഖാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ പലർക്കും ഭവനങ്ങളില്ലാത്തവരാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് പലരും ഭവനങ്ങളില്ലാത്തവരാണ്, ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന പടച്ചവനെ അവരിലേക്കെല്ലാം സാലിഹീങ്ങളായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങൾ പലരും ദാരിദ്ര്യം കൊണ്ട് വലിയുന്നവരാണ് റബ്ബേ. സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ പലരും കടക്കാരാണ് അല്ലാഹ്. കടങ്ങൾ കൊണ്ട് വലിയുന്നവരാണ് അല്ലാഹ്. ഞങ്ങൾ കടങ്ങൾ വിടാനുള്ള ആരോഗ്യവും അതിനുള്ള ജോലിയും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും കടക്കാരായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ. സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ വീഡിയോകൾ കാണുന്നവർ ഷെയർ ചെയ്യുന്നവർ ഞങ്ങളോട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാ മക്കളും ബന്ധുമിത്രാദികളും സഹോദരങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് റബ്ബേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ പലരും കച്ചവടക്കാരാണ് അല്ലാഹ്. നമ്മുടെ കച്ചവടങ്ങളിലുള്ള ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന സമ്പത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ഭവനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും ധാരാളം ഖൈറുകളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ സദസ്സുകളിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.